ഞാൻ യേശുവിൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൽ എന്നെ സമർപ്പിക്കുകയാണ്. ഇനി എനിക്ക് കാഴ്ച വേണമെന്നില്ല, മറ്റൊന്നും വേണ്ട. എനിക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്റെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി കിട്ടിയില്ല. നീ തോറ്റുപോയി യേശു, നീ തോറ്റുപോയി. നീ തോറ്റുപോകുന്നേക്കാളും നല്ലത് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. എനിക്ക് ജീവിക്കാനുള്ള ഒരു അർഹതയും ഇല്ല യേശു. നീമാ, നിൽക്ക് നീമ. നിനക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ കത്തി കാണാൻ സാധിച്ചത്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീമ മോളെ, അമ്മേ അമ്മേ, എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട് അമ്മേ. എനിക്കെല്ലാം ഭേദമായി, എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. യേശു, എനിക്കെല്ലാം കാണാം. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ അത്ഭുതം നീ നടത്തി കാണിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല നീമ. നീ പരമപിതാവായ ദൈവത്തിനു മുന്നിൽ സ്വയം സമർപ്പിച്ചപ്പോൾ അദ്ദേഹമാണ് അത്ഭുതം കാണിച്ച് നിന്റെ കാഴ്ച തിരിച്ചു നൽകിയത്. അത് നീ മനസ്സിലാക്കു നീമ. എല്ലാത്തിനും ഒരു സമയമുണ്ട് നീമ. ചിത്രശലഭത്തിന് ചിറകുകൾ ലഭിക്കാനായിട്ട് അതിന്റെ കൊക്കൂണിൽ എത്ര കാലം വരെ കാത്തിരിക്കേണ്ടി വരുന്നോ, അതുപോലെ തന്നെ പരമപിതാവായ ദൈവവും നിനക്ക് ചിറകുകൾ നൽകാൻ, അതായത് നിന്റെ കണ്ണുകളുടെ കാഴ്ച തിരിച്ചു നൽകാനായിട്ട് ശരിയായ സമയം വരെ അദ്ദേഹം കാത്തിരിക്കുമായിരുന്നു. അമ്മേ, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ശരിക്കും എനിക്ക് കാഴ്ച തന്നിരിക്കുന്നു.
നീമയ്ക്ക് കാഴ്ച തിരികെ കിട്ടി. യേശു വിജയിച്ചു. യേശു വിജയിച്ചു. യേശു വിജയിച്ചു. യേശു വിജയിച്ചു. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം സത്യമാണോ? കേവലം ഒരു ചെറിയ കുട്ടി അന്ധയായ കുട്ടിക്ക് കാഴ്ച കൊടുത്തെന്നോ? അപ്പോ ആ ജ്യോതിഷ പ്രവചനം സത്യമാണോ? ഇതാണോ ആ കുട്ടി? രാജാക്കന്മാരുടെ രാജാവാകാൻ പോകുന്നവൻ? നമുക്ക് ഈ കുട്ടിയെ നിരീക്ഷിക്കേണ്ടതുണ്ട്, വളരെ സൂക്ഷ്മമായി തന്നെ. ആർക്കും സംശയം തോന്നാൻ പാടില്ല. വരൂ, പുതിയൊരു പദ്ധതി ഉണ്ടാക്കേണ്ടതായുണ്ട്. ഈ ചെറിയ കുട്ടി അത്ഭുതം ചെയ്തിരിക്കുകയാണല്ലോ. ഇവനൊരു കുഞ്ഞു മാലാഖയെ പോലെ ഉണ്ട്. ഇതാണ് പറയുന്നത്, കുട്ടികൾ ദൈവത്തിന്റെ മുഖച്ഛായ ഉള്ളവരാണെന്ന്. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ യഥാർത്ഥ സന്ദേശവാഹകൻ യേശു തന്നെയാണ്. ഇല്ലില്ല, സംഭവിക്കാൻ പാടില്ല. ഇത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭക്തന്മാർ യേശുവിനെ ദൈവത്തിന്റെ സന്ദേശവാഹകനെ കാണാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. മിണ്ടരുത്. ഞാൻ ഈശ്വരനാണ്. എന്റെ പരമഭക്തനായ റബ്ബി ഗുരുവിന്റെ മാധ്യമത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. യേശു, നീ വളരെ ഉത്തമമായ കാര്യമാണ് ചെയ്തത് കുട്ടി. നീമ, അവളുടെ പ്രായശ്ചിത്തം പൂർണ്ണമായിരിക്കുന്നു. നിങ്ങൾ ഗ്രാമവാസികൾ എത്രയോ വർഷങ്ങളായി എന്റെ പരമഭക്തനായ റബ്ബി ഗുരുവിനെ സേവിക്കുന്നു. അവൻ നിസ്വാർത്ഥമായി എന്നെ സേവിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ന് നീമയുടെ കണ്ണിന്റെ കാഴ്ചശക്തി തിരികെ നൽകി അവന് നമ്മോടുള്ള ഭക്തിയുടെ ഫലം നൽകിയിരിക്കുന്നു. നമ്മുടെ ഭക്തനായ റബ്ബി എന്ന മാധ്യമത്തിലൂടെ നമ്മുടെ അനുഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പ്രഭു, നോക്കൂ, ഈശ്വരൻ വന്നിരുന്നു. ഈശ്വരൻ എന്നിൽ വന്നു. ഈശ്വരൻ എന്നിൽ വന്നു. പ്രഭു, പ്രഭു, പ്രഭു. എന്റെ അടുത്ത് പ്രഭു വന്നു. ഞാൻ ഈശ്വരനെ നേരിട്ട് കണ്ടു. പ്രഭു, ദൈവത്തോട് മാത്രമല്ല, റബ്ബി ഗുരുവിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പ്രഭു, യേശു, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ സന്ദേശവാഹകൻ എന്ന നിലയിൽ ഞാൻ നിന്നെ ഈ ഗ്രാമത്തിൽ വസിക്കാൻ അനുവദിച്ചിരിക്കുന്നു. യേശു ഈ ഗ്രാമത്തിൽ തന്നെ വസിച്ചോളൂ. ഇന്നത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുന്നു. നാളെ കാണാം, നാളെ കാണാം, നാളെ കാണാം. നീമയ്ക്കിതറിയില്ല.
ദൈവം അവളുടെ കണ്ണിന്റെ മാത്രമല്ല കാഴ്ച നൽകിയത്, അവിടുത്തെ ആശീർവാദത്താൽ ഒരു പ്രത്യേക ദൃഷ്ടി നൽകിയിരിക്കുകയാണ്. നീ പോയി പൂക്കളുടെ നിറമൊക്കെ ആസ്വദിക്കോ നീമ. ഞാൻ നിനക്ക് ഇന്നലെ തന്നിരുന്നില്ലേ? യേശുവിന്റെ കൂടെ ഞാനിത് ആരെയാ കാണുന്നത്? ഇതെങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്? പതിയെ പതിയെ നിനക്കെല്ലാം മനസ്സിലാകും. എപ്പോഴൊക്കെ നീ ദൈവപുത്രനെ ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവം നിന്നെ നോക്കി പുഞ്ചിരിക്കും. അതുമാത്രമല്ല, എപ്പോഴൊക്കെ ദൈവം വിചാരിക്കുന്നോ അപ്പോഴൊക്കെ വരാൻ പോകുന്നതിന്റെ ഭാവി ചിത്രം നിന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. ഞാൻ ജനിച്ചപ്പോ മുതൽ ഈ വീട്ടിലാണ് കഴിയുന്നത്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എന്റെ വീട് കാണുന്നത്. കണ്ടോ കണ്ടോ, ഈശ്വരന്റെ സ്നേഹം എന്റെ ഭക്തിയുടെ കാരണം കൊണ്ട് ഈശ്വരൻ ഇവൾക്ക് കാഴ്ച തിരികെ കൊടുത്തിരിക്കുകയാണ്. സത്യമാണ്, അന്ത്യം നന്നായാൽ എല്ലാം ശുഭമായിരിക്കും. നിനക്ക് ഇനിയും എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? നീ വളരെ തീരെ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷിക്കുന്നത് ദൈവദൂത. നീ ചിലപ്പോൾ മറന്നതായിരിക്കും. സെഞ്ചൂറിയൻ ഈ കോമാളിത്തരമൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോൾ പല സംശയങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ജ്യോതിഷ പ്രവചനത്തിൽ പറഞ്ഞ ആ കുട്ടി മറ്റാരുമല്ല, യേശു തന്നെയാണ്. യേശു എനിക്കെതിരെയുള്ള ഒരു ചെറിയ വെല്ലുവിളിയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷെ വലിയ കളികളിൽ ഞാൻ തന്നെയായിരിക്കും വിജയി, ഞാൻ മാത്രം. സെഞ്ചൂറിയൻ ആ പുതിയ ചക്രവർത്തിയെ ചെന്ന് കാണുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിച്ചേരാൻ കുറെ സമയമെടുക്കുമല്ലേ? ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇവിടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടായോ? വലിയ കാര്യങ്ങൾ സംഭവിച്ചു.
പക്ഷേ സേനാധിപതി സെഞ്ചൂറിയൻ ഒന്നും പറയുന്നില്ല. കുരുവിക്ക് ജീവൻ കൊടുത്തു. പിന്നെ ജീവൻ എന്ന ബാലന് അവനും ഉയർത്തെഴുന്നേറ്റു. അതുപോലെ ഇന്ന് അന്ധയായ ഒരു പെൺകുട്ടിയുടെ കാഴ്ചയും തിരികെ നൽകി. ഇതുവരെ ഞാൻ കരുതിയിരുന്നത് ആ ജ്യോതിഷ പ്രവചനം അസംബന്ധമാണെന്നാണ്. പക്ഷെ അതെങ്ങനെ? ആ കുട്ടിയിൽ ഉറപ്പായി എന്തോ പ്രത്യേകതയുണ്ട്. സേനാപതി, ഇതാണ് ജ്യോതിഷികൾ പ്രവചിച്ച കുട്ടിയെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇക്കാര്യം പുതിയ ചക്രവർത്തിയെ അറിയിക്കണം. അതെ, ശരിയാണ്. നീ പോയി ചക്രവർത്തി അറിയിക്കൂ. സെഞ്ചൂറിയനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുവെന്ന്. പിന്നെ ഈ കുട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഞാനിവിടെ തങ്ങി ഇത് ആ കുട്ടി തന്നെയാണോ എന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. അതറിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് തന്നെ ഇത് അദ്ദേഹത്തോട് അറിയിച്ചോളാം. പിന്നെ ഒരു കാര്യം കൂടി, അവിടെ എത്തിയാലുടൻ പക്ഷിയിലൂടെ എനിക്ക് സന്ദേശം അയക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇനി അദ്ദേഹത്തെ വിശ്വസിക്കുക വളരെ പ്രയാസമാണ്. ശരി. പക്ഷെ അവിടുന്ന് ആ കുട്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? തീയുള്ളിടത്ത് മാത്രമേ പുക ഉയരൂ. ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ലെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അവന് ഇത്രയും പ്രത്യേകതയുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി അന്വേഷിക്കാൻ പോകുന്നത്. എനിക്കറിയാം, ഞാൻ തേടി വന്ന ബാലൻ നീ തന്നെയാണ്. പക്ഷേ അനുമാനം തെറ്റാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിന്നെ പോലൊരു നിഷ്കളങ്കനായ കുട്ടി കൊല്ലപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ എന്റെ കണ്ണുകൾ തുറന്നോട്ടെ? ശരി യേശു ജ്യേഷ്ഠ, കണ്ണുകൾ തുറന്നോളൂ. യേശു ജ്യേഷ്ഠൻ ജയിച്ചത് കൊണ്ടാ ഈ സഭയിൽ കൂടിയത്. നമ്മുടെ പ്രിയപ്പെട്ട യേശുവിന് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. കൊള്ളാം, എല്ലാം നീ തന്നെയല്ലേ ചെയ്തത് യേശു. ദൈവത്തിന്റെ ഇത്രയും വലിയ അത്ഭുതം നടന്നു. നീമയുടെ കണ്ണിന്റെ കാഴ്ച കിട്ടി. ഇതൊക്കെ യേശു ജ്യേഷ്ഠൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. നീമയെ ദൈവത്തിൽ വിശ്വസിക്കാൻ ജ്യേഷ്ഠൻ പഠിപ്പിച്ചു. ഒരു നല്ല കാര്യം കൂടി ഉണ്ടായി. അതായത് ആ അഹങ്കാരിയായ റബ്ബി ഗുരുവിനെ നല്ല പാഠം പഠിപ്പിച്ചു. പറയൂ, നമ്മുടെ പ്രിയങ്കരനായ യേശു വിജയിക്കട്ടെ. യേശു ജ്യേഷ്ഠൻ വിജയിക്കട്ടെ. യേശു ജ്യേഷ്ഠൻ വിജയിക്കട്ടെ. യേശു ജ്യേഷ്ഠൻ വിജയിക്കട്ടെ. യേശു ജ്യേഷ്ഠൻ വിജയിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇത്രയും ബഹളം വെക്കുന്നത്? നിങ്ങൾ ഇവിടെ വരൂ, അകത്തേക്ക് വരൂ. ലീമയെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ റബ്ബി ഗുരുവിന്റെ പ്രീതി നേടിയെടുക്കാൻ എളുപ്പമാകും. യേശു പറയുന്നത് നീ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവൻ പ്രാവർത്തികമാക്കുന്നതെന്നാ. അതുകൊണ്ട് ഞാൻ ആദ്യമായി നിന്നോട് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ കുടുംബം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു കാണും. പക്ഷെ നീ ഏത് സാഹചര്യത്തിലും യേശുവിന് ശക്തി പകർന്നുകൊണ്ട് അവരോടൊപ്പം തന്നെ നിന്നു. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ പോലെ തന്നെ ഒരു അമ്മയെ എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ എന്ന്. ഇതെന്റെ സൗഭാഗ്യമാണ്. എനിക്ക് ദൈവപുത്രന്റെ മഹനീയമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായല്ലോ. നിന്നോട് നന്ദി പറയുവാനായി എന്റെ പക്കൽ വാക്കുകളേയില്ല യേശു. യേശു ജ്യേഷ്ഠ, ഇനി മുതൽ നീമയും നമ്മളോടൊപ്പം കളിക്കുമല്ലേ? ഞാൻ നമ്മുടെ എല്ലാ കളിപ്പാട്ടങ്ങളും കാണിച്ചു തരാം. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വരൂ. ശരി, വാ.
നീമ ഇത് നോക്കൂ, ഇതെല്ലാം ഞങ്ങളുടെ കളിപ്പാട്ടങ്ങളാ. ഇതാ നീമ. ഇത് പിടിക്ക്. യേശു, നീ എന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിനാൽ ഞാനും പിന്നെ എന്റെ അമ്മയും എപ്പോഴും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. പക്ഷെ ഇതിന്റെ അർത്ഥം ഞാനൊരു ഭക്തിയായെന്നല്ല. ഞാൻ മാറിയെന്ന് മാത്രം നീ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നീ മാറിയ മതിയാകൂ നീമ എന്ന്. പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പരമപിതാവായ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന്. നീ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കണമെന്ന്.